ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവപൈതലേ, ഇതൊക്കെ ആചരിച്ച് ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമൊപ്പ്. ദൈവത്തെയും പിശാചിനെയും ഒരുപോലെ സേവിക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ പുരാതന പാരമ്പര്യത്തിലുണ്ട്. അതുകൊണ്ട് കിഴക്ക് ആരാധനയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ഭവന പ്രതിഷ്ഠയിൽ, പടിഞ്ഞാറത്തെ ഭാഗത്ത് അടുക്കള ഭാഗത്ത് വാസ്തുവിനെയും അല്ലെ പിശാചിനെ പ്രസാദിപ്പിക്കുന്ന രണ്ടുപേരെ ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ഇരിക്കെ ഇവിടെ കേരളത്തിൽ ഒരു ഉഗ്രപ്രതാപിയായ പൈശാചിക പ്രതിനിധിയായ അസുരൻ ആഗ്രഹിച്ചു അവനൊരു ഭക്തനായി മാറണമെന്ന്. മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ച അദ്ദേഹം ഭക്തനായി മാറി. അതോടുകൂടി അനുഗ്രഹം കിട്ടി. അങ്ങനെ കേരളത്തിന്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കള്ളവുമില്ല, പുളിയുമില്ല, കള്ളത്തരങ്ങൾ ഒട്ടുമില്ല. അങ്ങനെ ഭരണം നടക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു ആഗ്രഹം, 3 ലോകങ്ങളുടെയും അധികാരം കിട്ടണം. ആഗ്രഹം സാധിക്കാൻ പ്രത്യേകം ദൈവം കൊടുത്തൊരു അനുഗ്രഹം, 100 ബലികൾ അനുഷ്ഠിക്കണം. ഇതിൽ 99 ബലി അനുഷ്ഠിച്ചു. 100ാമത്തെ ബലിക്ക് സ്വർഗലോകത്തിന്റെ അധികാരം കൂടെ കേരളത്തിന്റെ ഭരണാധികാരിയായ മഹാബലി എന്ന അസുരന് കിട്ടുകയാണ്. കിട്ടാൻ പോകുമ്പോൾ ദേവരാഗത്തിന് ആപ്പാടെ ഒരു അങ്കലാപ്പ്. ഇദ്ദേഹത്തിന് ഇതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവം ശരിക്കും അസുരഭാവമായതുകൊണ്ട് സ്വഭാവം മാറിയാൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ദേവന്മാരെല്ലാം കൂടി മഹാദൈവത്തെ സമീപിച്ചിട്ട് പരിഹാരമാർഗം ആലോചിച്ചപ്പോൾ പറഞ്ഞു, അശുദ്ധനെ സംഹരിപ്പാനും വിശുദ്ധനെ നിലനിർത്താനും കാലക്രമത്തിൽ അവതാരമെടുക്കുന്നതിന്റെ ഭാഗമായി വാമനാവതാരം, വാമനൻ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞവൻ, അവതാരം എടുത്തുകൊള്ളുക. അങ്ങനെ അവതാരത്തിന് അവിടെ ചെന്നു. 100ാമത്തെ ബലി നടക്കുന്നതിന് മുമ്പ് 3 കാഴ്ചവട് ചോദിച്ചു. ആരോട്? അസുര രാജാവിനോട്, പിശാചി രാജാവിനോട്. ഒടുവിൽ 3ാമത്തെ കാഴ്ചവട് വെക്കാൻ സ്ഥലം വരുന്നതിന് തൊട്ടു മുമ്പ് ഉഗ്രരൂപത്തിലേക്ക് ഇദ്ദേഹം വളർന്നു. അങ്ങനെ ദൈവപ്രത്യക്ഷത, വാമനാവതാരം ഉയർന്നു കഴിഞ്ഞപ്പോൾ തലയിലേക്ക് വെച്ചുകൊള്ളാൻ അനുവദിച്ചു. ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. ഈ അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി പാവം മാറിയ ഇദ്ദേഹം കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് മുണ്ടുമുടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാനിരിക്കണം. എന്റെ മുൻപിലിരിക്കുന്ന ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. അവർക്കറിയാം അന്യ ദൈവങ്ങളുടെ നാമങ്ങളെ നാവിന്മേൽ എടുത്താലത് പാപമാണെങ്കിൽ. സൂര്യൻ കിഴക്ക് നിന്ന് മഹിമയോടെ ഉദിക്കുമ്പോൾ ഞാൻ എന്റെ കയ്യെ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ട ശിക്ഷയാകുന്നു. അതുകൊണ്ട് ഞാൻ ഉയരത്തിൽ വസിക്കുന്ന ദൈവത്തെ നിഷേധിച്ചു എന്ന് വരുമല്ലോ എന്ന് ഭക്തനായ ഇയ്യോബ് പറഞ്ഞെങ്കിൽ, ആത്മനിറവ് പ്രാപിച്ച ദൈവപൈതലേ, ഇതൊക്കെ ആചരിച്ച് ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന്. നമസ്കാരം. ഇടർച്ച ഉണ്ടാക്കുന്നവൻ ആരോ അവന് ദുരിതം. അതിൽ ഭേദം അവൻ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കിയാൽ അവൻ കഴുത്തിൽ തിരികല്ല് കെട്ടി കയത്തിൽ ചാടുന്നതാണ് നല്ലത്. കടലിൽ എന്നും ബൈബിളിലെ ചില വേർഷനുകളിൽ പറയുന്നുണ്ട്. ഇത് യേശുക്രിസ്തു പറഞ്ഞൊരു വാചകമാണ്. ഞാനിന്നൊരു വീഡിയോ കാണുകയുണ്ടായി. ഒരു പാസ്റ്ററാണ്. അയാളുടെ പേര് പോലും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. അയാൾ പറയുകയാണ്, നമ്മൾ ഓണം ആഘോഷിക്കരുത്. എടാ പാസ്റ്ററെ, എങ്ങനെയല്ലോ ഈ മനുഷ്യൻ ഈ കേരളത്തിൽ, ഈ ഭൂമി മലയാളത്തിൽ നന്നായിട്ടും അന്തസ്സോടെയും വലിയ ജാതി മത വർഗ വർണ്ണമൊന്നുമില്ലാതെ അങ്ങ് ജീവിച്ചു പോട്ട്, നിനക്ക് മലാണ്ടി വയ്ക്കുക. കർത്താവ് നിത്യനരകത്തിൽ കൊണ്ടുപോകുന്ന ഓണം ആഘോഷിക്കുന്ന എങ്കിലും എനിക്ക് ആ നിത്യനരകം എനിക്ക് മതി. എൻ്റെ വീട്ടുകാർക്കൊപ്പം ഒരിലയൊക്കെ ഇട്ട് കുറച്ച് കറികളൊക്കെ കൂട്ടി, സാധാരണ ഓണത്തിന് ഞാൻ സ്ഥിരമായിട്ട് നോൺ വെജ് ഞാനും എൻ്റെ വീട്ടുകാരും കഴിക്കുന്ന, ഞങ്ങൾ അന്നത്തെ ദിവസം ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ കഴിക്കുകയും ഒന്ന് ഊഞ്ഞാലാടുകയും കുറച്ച് വർത്തമാനം പറയും, വെടിവട്ടം പറയുകയും ഇനിയും വേണ്ടി വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 2 അടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നിനക്കൊക്കെ എന്നത്തിൻ്റെ കൈ ഇവരൊക്കെ എന്നെ പാസ്റ്റർ മലയാളികളെ ഭിന്നിപ്പിക്കുക. ഇതേ പരിപാടി തന്നെ ചെയ്യുന്ന കുറേ പാസ്റ്റർമാർ മാത്രമല്ല, ഉസ്താദുമാരുമുണ്ട്. ലജ്ജയില്ലേ? എൻ്റെയൊക്കെ പള്ളിയിൽ ഈ അത്തപ്പൂക്കളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഓണമായിട്ട് ബന്ധപ്പെട്ട നൃത്തങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ എൻ്റെ മെമ്പറോത്തോ എൻ്റെ മക്കളോ നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളതങ്ങ് ഏറ്റോളാം. അത് വരവ് വെച്ചിരിക്കുന്നു. ഇത്തരം വൃത്തികേടൊക്കെ പറഞ്ഞൊരു മര്യാദയുണ്ട്. അയാളുടെ വീഡിയോ ആണ് ഞാൻ ആദ്യം നിങ്ങളിപ്പോൾ കാണിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ്. ആ നിലയ്ക്ക് മാത്രം കരുതുക. അന്നേരം പറയുന്നു വാമനൻ പിശാച, മഹാബലി പിശാച, ഇവർക്ക് എന്തിൻ്റെ വയ്ക്കുക? ഇത്തരം വാചകങ്ങൾ ഞാൻ പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പറഞ്ഞു പോകും. പാസ്റ്ററാണത്രേ പാസ്റ്റർ. ഇവരൊക്കെ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്ക് ഒരു കൈയും കണക്കുമില്ലേ? എത്ര കുടുംബങ്ങൾ നശിപ്പിച്ച പാസ്റ്റർമാരുണ്ട്? അതിനെപ്പറ്റി വല്ലതും പറയാനുണ്ടോ? എത്ര കുടുംബങ്ങൾ? ഞാൻ തെളിവ് തരാം. എത്ര പെന്തക്കോസ് പാസ്റ്റർമാർ, ഞാൻ പെന്തക്കോസുകാരെ മാത്രമല്ല പറഞ്ഞത്, പല ആൾക്കാരും, അത് ക്രൈസ്തവ സഭയിലായിക്കോട്ടെ, ഇസ്ലാമിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹിന്ദുവിലായിക്കോട്ടെ ഉണ്ടല്ലോ. ഇതിനെപ്പറ്റിയൊന്നും നിനക്കൊന്നും പറയാനൊന്നുമില്ലേ? മലയാളി പൊതുസമൂഹം ആചരിക്കുന്ന ഒരു ആഘോഷം അത്രമാത്രം കാണുക. നിനക്ക് സൗകര്യമുണ്ട്, നീ ഇത് പങ്കെടുക്കുക, ഇതിനകത്ത് പങ്കാളിയാകുക, അല്ലാതെ ഓണത്തെ തെറി പറയാൻ വരില്ല. ഇതുപോലെ ഒരു സംസ്കാരം വന്ന് ഇതെന്തൊരു സിസ്റ്റത്തിലേക്കാണ് കേരളം മാറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. സത്യം പറയാ, എനിക്ക് വിഷമമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള മോശം ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല, എൻ്റെ വൈകാരികമായ ഒരു കാര്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുകയാണ്. അവന് വേണ്ടെന്ന് നിനക്ക് വേണ്ട, നീ ഓണം ആഘോഷിക്കേണ്ടെന്നേ, ഞങ്ങൾക്ക് വേണം. ഞാൻ നസ്രാണിയാ, എനിക്ക് പക്ഷേ ഓണം ഞമ്മളുടെ പവിത്രമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. നീ അത് പ്രഘോഷണം ചെയ്യരുത്, അത് മര്യാദകേട്. നീ ഇനി പ്രഘോഷണം ചെയ്തു, നിൻ്റെ സഭയിൽ പ്രഘോഷണം ചെയ്തിട്ട് ആർക്കെങ്കിലും പറ്റുകയില്ലെങ്കിൽ അവരോട് പറ്റുക, എന്നിട്ട് ഇത് ഏറുകയില്ല. അതിൻ്റെ ഒരു തെമ്മാടിത്തരമെന്നാ, അറിയാവോ? മനുഷ്യൻ ആഘോഷിക്കുന്നുണ്ടോ? ഉത്രാട ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉത്രാട പാച്ചിൽ എന്നുള്ളൊരു സമയം തന്നെയുണ്ട്. ആ സമയത്തൊക്കെ മലയാളി ആഘോഷിക്കുന്നുണ്ടോ? അതിനെപ്പോലും തല്ലിക്കെടുത്ത് കളയുക ഈ കൊള്ളരുതാത്ത നാറികളൊക്കെ. അവൻ എവിടുത്തെ പാസ്റ്റർ? അവൻ നിൻ്റെ ശരി നിൻ്റെ പള്ളിയിൽ മാത്രം പറയുക, അല്ലാതെ നിൻ്റെ നാട്ടിലോട്ടല്ല പറയേണ്ടത്, പൊതുസമൂഹത്തോടുമല്ല പറയേണ്ടത്. അല്ലെങ്കിൽ ഈ വീഡിയോ ആരും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പറയാം, ഞാൻ പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് എന്ന് നീ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ പറയാനുള്ള കാര്യമുണ്ട്, നമ്മൾ ഓണം ആഘോഷിക്കില്ല, നീ പറഞ്ഞങ്ങ് തൊലിക്ക്, അതിന് കുഴപ്പമില്ല. പക്ഷേ ലോകം മുഴുവൻ കാണുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻഫ്ലുവൻസ് അറിയാമല്ലോ. പന്നൻ ഇവൻ ഏത് പാസ്റ്ററാന്ന് പോലും എനിക്കറിയത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അടി കൊടുക്കാൻ തോന്നുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു നാടിൻ്റെ മതസൗഹാർദ്ദവും സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന വിഷവിത്തുകൾ ഇങ്ങനെ കുറേ എണ്ണമുണ്ട് ഈ പെന്തക്കോസ്തിൽ മാത്രമല്ല, എല്ലാ സഭകളിലും. പിന്നെ സുഡാപ്പികളും എല്ലാവരും ഉണ്ട്. തൻ്റെ അടുത്തോടെ പറയുകയാണ് ഓണം ഞങ്ങളുടെ ആഘോഷമാണ്, ഞങ്ങൾ ആഘോഷിക്കും. അതിൻ്റെ പേരിൽ ഇത് പിശാചിൻ്റെ ആഘോഷമാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞാൽ മതി. മേലായി വർത്താനം കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, നിന്നെയൊക്കെ വീട് തപ്പിയെടുത്തിട്ട് തല്ല് തരേണ്ടതാണ്. പക്ഷെ തല്ല് തരണം എന്ന് പറയുന്നത് മര്യാദകളായതുകൊണ്ട്, കാരണം സംസാരിക്കാനുള്ള അവകാശമുള്ളതുകൊണ്ട് മാത്രമാണ് നിന്നെയൊക്കെ നാട്ടുകാർ വെറുതെ വിടുന്നു ഓർത്തോണം. പാന്നനൊക്കെ പാസ്റ്ററാണത്രേ, പാസ്റ്റർ.